ഷംസാദ് മിർഷ എന്ന പുതിയ ജനറൽ പാകിസ്ഥാന്റെ സൈനിക മേധാവി ആയേക്കും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കൂ നടന്നിരിക്കുന്നു, ഒരു അട്ടിമറി പാകിസ്ഥാന്റെ സൈന്യത്തിൽ നടന്നിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ പാകിസ്ഥാൻ ഒരു ഭാഗത്ത് ആക്രമണം നേരിടുന്നു, മറുഭാഗത്ത് ആഭ്യന്തര കലാപം നേരിടുന്നു. സൈന്യത്തിന്റെ തലപ്പത്ത്, സൈന്യത്തിൽ പാളയത്തിൽ പട എന്ന് നമ്മൾ പറയുന്നത് സംഭവിക്കുന്നു. പി ബസന്ത് തുടരുകയാണ്. ബസന്ത്, പാകിസ്ഥാനിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ? അസീം മുനീർ അറസ്റ്റിലായി എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഷെഹബാസ് ഷെരീഫ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയതായി റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാനിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ രാജ്യം വിടാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാൻ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൈസിസിനെ നേരിടുകയാണോ? തീർച്ചയായും അഭിലാഷ, പാകിസ്ഥാൻ അവരുടെ ചരിത്രത്തിൽ വെച്ച് ഏറ്റവും വലിയൊരു ക്രൈസിസ് തന്നെയാണ് ഇപ്പോൾ നേരിടുന്നത്. ആഭ്യന്തര കലാപം, അതായത് ഈ ശത്രു രാജ്യത്തിൻ്റെ ആക്രമണത്തിന് പുറമെ ആഭ്യന്തരമായി തന്നെയുള്ള ഒരു കലാപവും നേരിടുന്നു. ബലൂച്ച് ലിബറേഷൻ ആർമി വലിയ തോതിൽ പാക് സൈന്യത്തിനെതിരെയുള്ള ആക്രമണങ്ങൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ തലത്തിലും നിലവിലുള്ള ഭരണകൂടത്തിനെതിരായ ഇമ്രാൻഖാൻ്റെ പാർട്ടിയും തെരുവിലിറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം. അതോടൊപ്പമാണ് ഇപ്പോൾ പാക് സേനയിലും കലാപം എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. നിലവിലുള്ള പാക് സേനാ മേധാവി അസീം മുനീറിനെതിരെ സേനയിലെ തന്നെ ഒരു വിഭാഗം തിരിഞ്ഞിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ്. അതേസമയം പാകിസ്ഥാനിലെ തന്നെ നിലവിൽ അസീം മുനീറിനെതിരെ ഷംസാദ് മിർസ സേനാ മേധാവിയായി ചുമതല ഏൽക്കും എന്നുള്ളൊരു വിവരമാണ് വരുന്നത്. അസീം മുനീറിന് വേണ്ടി ഷംസാദിനെ മറികടന്നാണ് അസീം മുനീറിനെ സേനാ മേധാവിയായി നിയമിക്കുകയും ചെയ്തത് ഷഹബാസ് ഷെരീഫ്. ഷഹബാസ് ഷെരീഫിൻ്റെ ലാഹോറിലുള്ള വീടിന് സമീപം ഇന്ത്യ ബോംബ് വർഷം നടത്തിയെന്നുള്ള, മിസൈൽ വർഷം നടത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഷഹബാസ് ഷെരീഫ് സുരക്ഷിത താവളത്തിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം വരുന്നത്. അതിനിടയിലാണ് അസീം മുനീറിനെതിരെയുള്ള കലാപവും ഇപ്പോൾ അത് സംബന്ധിച്ച റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. ഷംസാദ് മിർസ അത് മറികടന്ന്, അല്ലെങ്കിൽ ആ സീനിയോറിറ്റി മറികടന്നിട്ടാണ് അസീം മുനീറിനെ സേനാ മേധാവിയായി നിയമിച്ചത്. അസീം മുനീറിൻ്റെ വിദ്വേഷ പ്രസംഗങ്ങളും അതോടൊപ്പം തന്നെ സേനയിലെ ഒരു വിഭാഗത്തിനെതിരെയുള്ള നീക്കവും ഒക്കെ തന്നെ സേനയിൽ വലിയ തോതിൽ ആത്മവീര്യം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ 2 ദിവസമായി ഇന്ത്യയിൽ നിന്നുള്ള ആക്രമണവും പാക് സേനയ്ക്ക് വരുത്തി വെച്ചിട്ടുള്ള മാനഹാനി ചെറുതല്ല എന്നുള്ളൊരു വിലയിരുത്തൽ സേനയിലെ ഒരു വിഭാഗത്തിനുള്ള ഒരു പശ്ചാത്തലത്തിലാണ് അസീം മുനീറിനെതിരെ കലാപം എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നത്. അസീം മുനീർ കസ്റ്റഡിയിലാണ് എന്നുള്ളൊരു വിവരവുമുണ്ട്. അസീം മുനീറിനെ സേനാ മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് ഷംസാദ് മിർസ പുതിയ സേനാ മേധാവി ആകാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നു. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ യാതൊരുവിധ സ്ഥിരീകരണവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുമില്ല. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സ്ഥിരീകരണം ആവശ്യമുണ്ട്. ഒരു പക്ഷേ നാളെ നേരം വെളുക്കുമ്പോഴേക്ക് പാകിസ്ഥാനിൽ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച ഒരു പൂർണ്ണരൂപം നമ്മളെ സംബന്ധിച്ച് കിട്ടും. പാകിസ്ഥാൻ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ഈ രാത്രിയിൽ വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ആക്രമണം ഒരു ഭാഗത്ത്, ആഭ്യന്തര കലാപം ആ രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ ഉലയ്ക്കുന്നു. അസീം മുനീറിൻ്റെ പദവി ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇത് നിർണായകമായ ഒരു രാത്രിയാണ്. ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള 3 ഫ്രണ്ടിൽ നിന്നുള്ള ആക്രമണങ്ങൾ, കര, നാവിക, വ്യോമ സേനകളുടെ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇനി ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് കൂടുതലായി ലഭ്യമാവേണ്ടതുണ്ട്. സംഘർഷം അവസാനിപ്പിക്കാൻ ഞങ്ങൾ ഇടപെടുന്നതായി അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക്താവ് ഷാമി ബ്രൂസിൻ്റെ പ്രസ്താവനയും വരുന്നുണ്ട്. 2 കൂട്ടരോടും ഞങ്ങൾ ഡീഎസ്കലേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത്. അന്താരാഷ്ട്ര പ്രഷർ എത്രയുണ്ടെങ്കിലും പാകിസ്ഥാൻ ഇത് തുടങ്ങി വെച്ചതാണ്. ഇന്ത്യക്ക് നേരെ നടന്നിട്ടുള്ള പ്രകോപനം, അതിന് തക്കതായ മറുപടി പാകിസ്ഥാൻ ഒരുപക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കനത്ത തിരിച്ചടി ഇപ്പോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. അനന്തകൃഷ്ണൻ തുടരുന്നു. അനന്തകൃഷ്ണൻ, ഇപ്പോൾ 1 മണി ആവാൻ പോവുകയാണ്. 8:30 തുടങ്ങിയ ആക്രമണങ്ങളാണ്. പാകിസ്ഥാൻ ആദ്യം ഇന്ത്യൻ ഭൂഭാഗങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു, അതിന് മറുപടി ലഭിക്കുന്നു. പാകിസ്ഥാന്റെ 6 പോർ വിമാനങ്ങൾ വീഴുന്നു, നിരവധി ഡ്രോണുകൾ വീഴുന്നു. ഒന്നിനും ഇന്ത്യയെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പാകിസ്ഥാന്റെ ഈ എയർഫോഴ്സ് പൈലറ്റുമാർ പിടിയിലാകുന്നു. ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ച ഒരു രാത്രിയാണ്. ഇതെങ്ങനെ പുരോഗമിക്കും? മാത്രമല്ല അഭിലാഷ്, പാകിസ്ഥാന്റെ ഉള്ളു പൊള്ളയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു മണിക്കൂറുകളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. എന്തൊക്കെ പോർവിളികളായിരുന്നു ഇന്ത്യക്ക് നേരെ. നമ്മൾ വെള്ളം തടഞ്ഞാൽ രക്തമൊഴുകും എന്നുവരെ നമ്മളെ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയ പാകിസ്ഥാൻ വലിയ ഏത് ഘട്ടത്തിലായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എപ്പോൾ സംഘർഷമുണ്ടായാലും ഉടനെ ആണവായുധത്തിൻ്റെ ഭീഷണി ഉയർത്തുക. അതിനൊപ്പം തന്നെ ഇന്ത്യ ഏത് രീതിയിലുള്ള ഒരു അറ്റാക്ക് നടത്തിയാലും അതിനെ നേരിടാൻ സുസജ്ജമായ
വിജയമാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുക. പക്ഷേ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും പൂർണ്ണമായും തകർന്നു പോയ ഒരു പാകിസ്ഥാനെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇന്ന് പകൽ മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വ്യോമയാന പ്രതിരോധ സംവിധാനങ്ങളെല്ലാം പാകിസ്ഥാൻ്റെ ഇന്ന് പകൽ ഇന്ത്യ തകർത്ത് കളഞ്ഞു. ലാഹോറിൽ കടന്ന ഡ്രോണുകൾ അതാണ് ആദ്യം ചെയ്തത്. എന്നിട്ട് പോലും വീണ്ടും ഒരു മുന്നൊരുക്കവുമില്ലാതെ ഇന്ത്യക്ക് നേരെ രാത്രിയുടെ മറവിൽ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ഇറങ്ങിപ്പുറപ്പെട്ടു. ജമ്മുവിൽ, രാജസ്ഥാനിൽ, ഗുജറാത്തിൽ അടക്കം അതിരുകൾ ഭേദിച്ച് ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും എത്തി. പക്ഷേ ഒന്നിനു പോലും ഇന്ത്യൻ മണ്ണിൽ ഒരു തരത്തിലുള്ള ആക്രമണവും നടത്താൻ അവർക്ക് സാധിച്ചില്ല. മാത്രമല്ല വലിയ പ്രതിരോധം ഇന്ത്യ ഉയർത്തുകയും ചെയ്തു. ഡ്രോണുകളെയെല്ലാം വെടിവെച്ചിട്ടു. 4 യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ മണ്ണിൽ തകർന്നു വീണത്. 2 പൈലറ്റുമാർ ഇന്ത്യയുടെ കസ്റ്റഡിയിലായി. വലിയ തോതിൽ പരാജയം നേരിട്ടുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് വന്ന പോർവിമാനങ്ങൾ പിന്നീട് പാകിസ്ഥാനിലേക്ക് മടങ്ങിയത്. പക്ഷേ മടങ്ങുന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഇന്ത്യൻ പോർവിമാനങ്ങൾ പാകിസ്ഥാൻ ലക്ഷ്യമാക്കി കുതിച്ചിരുന്നു. പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലാഹോർ അടക്കമുള്ള തലസ്ഥാന നഗരമായ ഇസ്ലാമാബാദ് അടക്കമുള്ള നഗരങ്ങളിൽ ഇന്ത്യ വലിയ തോതിൽ വ്യോമാക്രമണം നടത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. പ്രത്യേകിച്ച് പാക് പ്രധാനമന്ത്രിയുടെ ആർമി ചീഫ് ആയിരുന്ന അസീം മുനീറിൻ്റെ വീടുകൾക്കൊക്കെ, ഔദ്യോഗിക വസതികൾക്കൊക്കെ സമീപം സ്ഫോടനങ്ങളുണ്ടായി. ആ വീടുകൾ കേന്ദ്രീകരിച്ച് മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപം എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. പട്ടാള മേധാവി അസീം മുനീറിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തുകൊണ്ടുള്ള തീരുമാനങ്ങൾ പട്ടാളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത്. വലിയ പ്രഹരം പാകിസ്ഥാന് മേൽ ഏൽപ്പിച്ചുകൊണ്ട് BLA-യുടെ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ഒരു നീക്കം അവിടെ നടക്കുന്നു. ബലൂചിസ്ഥാൻ തലസ്ഥാനമായ കൊറ്റ BLA പിടിച്ചെടുത്തുകൊണ്ട് അവർ അവിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന സ്ഥിതിയിലേക്ക് അത്തരം കാഴ്ചകൾ ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായൊരു വഴിത്തിരിവിലേക്ക് പാകിസ്ഥാൻ എത്തി നിൽക്കുന്നു. 47-ന് ശേഷം പല യുദ്ധങ്ങളും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രമേൽ പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കിയ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. കാരണം നേരത്തെ ഈസ്റ്റ് പാകിസ്ഥാനുമായിട്ടുള്ള ഒരു യുദ്ധം, അതിൽ ബംഗ്ലാദേശ് പിറവിയെടുത്തു. ഇതാ വീണ്ടും അതേപോലൊരു ചരിത്ര മുഹൂർത്തം ആവർത്തിക്കുകയാണോ? പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പുതിയ രാഷ്ട്രം രൂപീകൃതമാകാൻ പോവുകയാണോ? പാക് ഭരണകൂടം പൂർണ്ണമായിട്ടും തകർന്ന് തരിപ്പണമാകാൻ പോകുന്ന ഒരു രാത്രിയാണോ ഇത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരും നാളെ നേരം വെളുക്കുമ്പോൾ. പാകിസ്ഥാൻ്റെ അവസ്ഥ എന്താണ്? INS വിക്രാന്തിൽ നിന്ന് വലിയ ആക്രമണം കറാച്ചി പോർട്ട് നേരിടേണ്ടി വന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കറാച്ചി പോർട്ടിൻ്റെ അവസ്ഥ എന്താണ്? ലാഹോറിൻ്റെ അവസ്ഥ എന്താണ്? ഇസ്ലാമാബാദിൽ മിസൈൽ അറ്റാക്ക് വരെ നടന്നു എന്ന് പറയുമ്പോൾ ഇസ്ലാമാബാദിൻ്റെ അവസ്ഥ എന്താണ്? പാക് പ്രധാനമന്ത്രി എവിടേക്ക് പോയി? സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി എന്ന് ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചത്? ജമ്മുവിൽ വലിയ തോതിലുള്ള പ്രത്യാക്രമണങ്ങൾ നടക്കുന്നുണ്ട്. POK-യിലേക്ക് ഇന്ത്യൻ ഷെല്ലിംഗ് നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കരസേന POK-യിലേക്ക് ഒരു മൂവ്മെൻറ്റ് നടത്തുന്നുണ്ടോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്ന ഒരു രാത്രിയാണ്. ഈ ചോദ്യങ്ങളുടെ എല്ലാം അങ്ങേ തലയ്ക്കൽ തകർന്നു നിൽക്കുന്ന ഒരു പാകിസ്ഥാനെയാണ് കാണാൻ കഴിയുന്നത്. അഭിലാഷ്, തീർച്ചയായിട്ടും ഈ രാത്രി പാകിസ്ഥാനെ സംബന്ധിച്ച് അതിനിർണായകമാണ്. പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായക രാത്രി എന്ന് പറയാം. 1947 ഓഗസ്റ്റ് 14 മുതൽ ഇങ്ങോട്ടെടുത്താൽ ഇതുപോലത്തെ ഒരു രാത്രി പാകിസ്ഥാനെ സംബന്ധിച്ച് ഉണ്ടാവുകയില്ല. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാവശ്യമായ പ്രകോപനം കനത്ത ആക്രമണത്തിലേക്ക് നയിച്ചു. പാകിസ്ഥാനിൽ കറാച്ചി, ലാഹോർ, ഇസ്ലാമാബാദ്, റാവൽപിണ്ടി, സിയാൽകോട്ട്, മുസാഫർബാദ് അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം ഇപ്പോൾ അണ്ടർ അറ്റാക്കാണ്. പലയിടത്തും ബ്ലാക്ക് ഔട്ടാണ്. പ്രധാനമന്ത്രി തന്നെയും സുരക്ഷിതനല്ല, അദ്ദേഹം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് 20 കിലോമീറ്റർ അപ്പുറേ സ്ഫോടന ശബ്ദം കേട്ടതായുള്ള വിവരങ്ങൾ ഇസ്ലാമാബാദിൽ നിന്ന് വരുന്നുണ്ട്. കറാച്ചിയെ സംബന്ധിച്ച് കറാച്ചി പോർട്ട് ഇന്ത്യ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. കറാച്ചി പോർട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി പുറത്തേക്ക് വരേണ്ട കാര്യങ്ങളാണ്. നമ്മൾ അതിന് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ കൂടി ആശ്രയിക്കുന്നുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രഹരങ്ങളാണ് ഏൽക്കുന്നത്. ഒന്ന്, സേനാ മേധാവിക്കെതിരെ നടക്കുന്ന വിമത നീക്കം ഒരു ഭാഗത്ത്, കൊച്ചയിൽ ബലൂച്ച് ലിബറേഷൻ ആർമി നടത്തുന്ന വലിയ മുന്നേറ്റം, ഇതെല്ലാം പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ ദുസ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാത്രി പുലരുകയാണ്.